കാര്യം കൂടെ പറയാണ്ട്. ഇത്രയും നേരമായിട്ട് നമ്മുടെ ഇവിടുത്തെ അധികാരികളെ ആരെയും കണ്ടില്ല എന്നുള്ളതാണ്. ഞാൻ രാവിലെ ഒരാൾ പോലും കഴിഞ്ഞ പ്രാവശ്യം 2018 വെള്ളപ്പൊക്കത്തിൽ ഞാൻ ഒത്തിരി പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ കൂടെ സഹകരിച്ചെന്ന് പറഞ്ഞാൽ NDRFിന്റെ കൂടെ തന്നെ കട്ടയ്ക്ക് നമ്മളുണ്ടായിരുന്നു. പക്ഷേ ഈ നേരം വരെ ഒരാളെ പോലും നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോ? ഇപ്പൊ തന്നെ ലോട്ടറി കടയിലെ ഒരു ചേട്ടനെ കൊണ്ട് ഞാൻ ഇപ്പൊ അതിന്റെ മണ്ടയ്ക്ക് ഒന്ന് വയ്യാത്ത അയാളെ എടുത്തോണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ജനങ്ങളുടെ ജീവനും അവരുടെ സമ്പത്തിനും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഒരു വിലയും കൊടുക്കാത്ത ഒരു വൃത്തികെട്ട ഭരണപക്ഷമാണോ ഇന്ന് നമ്മുടെ അധികാരത്തിൽ വന്നിട്ടുള്ള പൂക്കി സതീശൻ അടക്കമുള്ള ആളുകൾ കാഴ്ചവെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും വിധമുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2018 ശേഷം വീണ്ടും കേരളം കണ്ടൊരു വലിയ പ്രളയം എന്നൊക്കെ പറയാൻ പറ്റുന്ന വിധത്തിൽ അതിൻ്റെ പൂർണ്ണമായ രീതിയിൽ 2018 പോലെ അല്ലെങ്കിലും ഭാഗികമായിട്ട് പല ഏരിയകളിലും അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളതും പത്തനംതിട്ട ജില്ലയിൽ വയ്യാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്താണ്, എൻ്റെ നാട്ടിലാണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോഴും നല്ല മഴയാണ് പുറത്ത്, അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അതേസമയം പത്തനംതിട്ടയിൽ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുൾപൊട്ടലും അങ്ങനെയുള്ള പ്രശ്നങ്ങളുമൊക്കെയാണ്. സമീപ പ്രദേശങ്ങളിലൊക്കെ ഉരുൾപൊട്ടലുണ്ടായി, അവരുടെ വസ്തുവിലുള്ള ഭാഗങ്ങൾ കുറേയൊക്കെ ഒഴുകി പോവുകയുണ്ടായി, മണ്ണിടിച്ചിലുണ്ടായി പോവുകയുണ്ടായി. എന്നാൽ ആളപായമൊന്നുമില്ല, ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ളൊരു അറിയിപ്പ്. അപ്പോൾ നമ്മുടെ റാന്നി എന്ന് പറയുന്ന ഒരു പ്രദേശം വീണ്ടും വെള്ളത്തിലാഴ്ന്നിരിക്കുകയാണ്. കഴിഞ്ഞ 2018 റാന്നി വെള്ളത്തിലായപ്പോൾ, അല്ലെ റാന്നിയും മറ്റ് സമീപ പ്രദേശങ്ങളുമൊക്കെ വെള്ളത്തിലായ സമയത്ത് നമ്മുടെ വലതുപക്ഷവും അതേപോലെ തന്നെ അന്ന് പ്രതിപക്ഷം വലതുപക്ഷമായിരുന്നു, അങ്ങനെ പ്രതിപക്ഷവും അതേപോലെ തന്നെ ഇവരുടെ കൂട്ടത്തിലുള്ള അടിമകളുമൊക്കെ മെഴുകിയത് ഇതൊരു മനുഷ്യനിർമ്മിത പ്രളയമെന്നായിരുന്നു. 2018 ഡാമുകളെല്ലാം തുറന്നുവിട്ട്, പ്രത്യേകമായിട്ടുള്ള ഒരറിയിപ്പും കൊടുക്കാതെ ഡാമുകൾ തുറന്നുവിട്ട് പിണറായി വിജയൻ വെള്ളത്തിൽ മുക്കിയതാണ് റാന്നി പോലെയുള്ള മറ്റ് പ്രദേശങ്ങളെയും മലയോര ഗ്രാമപ്രദേശങ്ങളെയും എല്ലാം പിണറായി വിജയനാണ് വെള്ളത്തിലാക്കിയെന്നൊക്കെയായിരുന്നു പറഞ്ഞത്. എന്നാൽ ഇന്ന് 2026 അതിന് സമാനമായ രീതിയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ, അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാൻ പറ്റും, സമാനമായ രീതിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ പല കടകമ്പോളങ്ങളും അതേപോലെ തന്നെ വീടുകളുമൊക്കെ വെള്ളത്തിനടിയിൽ ആഴ്ന്നു പോകുമ്പോഴും ഇതും പിണറായി വിജയൻ ഉണ്ടാക്കിയതാണെന്ന് പറയാനായിട്ട് മെഴുകുന്ന കുറേ അടിമകളുമുണ്ട്. എന്നാൽ ഇത് പ്രകൃതി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന കുറേ അടിമകളുമുണ്ട്. കൃത്യമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഏകോപനമില്ലായ്മ കാരണം തന്നെയാണ് വീണ്ടും ഈ ഒരു വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. 2018 ശേഷം പിന്നീട് അധികം വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ മഴ ഉണ്ടായിട്ടും വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് വീണ്ടും അതേ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ എന്താണ് VD സവർക്കർ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നതെന്നുള്ളൊരു ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് സുഹൃത്തുക്കളെ. എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചേട്ടൻ പ്രതികരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? റാന്നിലുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം പറയുകയാണ്, ഇത്രയും നേരമായിട്ടും ഒരു അധികാരികളും ഞങ്ങളെ വിളിക്കുകയോ ഇവിടെ വന്നിട്ടുള്ള സുരക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്തിട്ടില്ല. മുൻപത്തെ സർക്കാർ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം അല്ലെങ്കിൽ എല്ലാവരോടും ഒപ്പം ചേർന്ന് നിന്നിട്ടേ ഉള്ളൂ ആ ഒരു സർക്കാർ എന്നാണ് അവർ പറഞ്ഞത്. ഇത് പറയുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാർത്ത കൂടി നിങ്ങളെ കാണിക്കണം. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: കാലവർഷക്കെടുതി ദുരിതാശ്വാസ പ്രവർത്തനത്തിന് നമുക്ക് ഒന്നിച്ചിറങ്ങാം, ജാഗ്രതയും ഐക്യദാർഢ്യവും കൊണ്ട് പ്രതിസന്ധിയെ അതിജീവിക്കാം. അതായത് കാലവർഷക്കെടുതിയിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോയി എല്ലാം നമുക്ക് നേരിടാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് തന്നെയായിരുന്നു ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഭരണപക്ഷത്തിരിക്കുമ്പോഴും പറഞ്ഞത്. എന്താണ്, നമ്മൾ ഒന്നിച്ചിറങ്ങുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളും അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഇറങ്ങിയിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം തന്നെ നല്ല കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഓരോ പ്രവർത്തനങ്ങളിലും അവർ പങ്കാളികളായിരുന്നു. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഓരോ സുരക്ഷാ പ്രവർത്തനങ്ങളിലും പങ്കാളികളാവുന്നത് രാഷ്ട്രീയം നോക്കിയിട്ടുള്ള ആളുകളാണ്. അവർ UDFിൻ്റെ അനുഭാവികളായിട്ടുള്ള KSU പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകളിലുള്ള ആളുകൾ ഞങ്ങൾ പാർട്ടിക്കാരാണ് എന്നുള്ളൊരു പേര് പറയാൻ വേണ്ടിയിട്ട് ഇവർ വന്നിട്ട് സഹായം ചെയ്യുകയാണ്. എന്നാൽ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുമ്പോൾ ഒരു പാർട്ടിയില്ല, ഒരു ജാതിയില്ല, ഒരു മതമില്ല, എല്ലാവരും മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരേപോലെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളടക്കമുള്ള ആളുകൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ ദുരന്തം ഉണ്ടായിരിക്കുമ്പോൾ ആരെയാണ് നമ്മൾ ആ ദുരന്ത മുഖത്ത് കാണുന്നത്? ആ ദുരന്തം എഫക്റ്റ് ചെയ്തിട്ടുള്ള, ആ വെള്ളപ്പൊക്കത്തിൽ പെട്ടുപോയിട്ടുള്ള പാവങ്ങൾ തന്നെ അവരുടെ ജീവിതം നിലനിർത്താൻ വേണ്ടിയിട്ടും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് പണിയെടുക്കുകയാണ്. ഒരു തെണ്ടികളും അവരെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെയുള്ളവന്മാരുടെയൊക്കെ തിരക്ക് ഭാര്യാപിതാവിനെ കാണാൻ ഹെലികോപ്റ്റർ എടുത്ത് പോവുക, അതേപോലെ തന്നെ ദുരന്തമുഖം ഉണ്ടായിരിക്കുമ്പോൾ അല്ലെ ദുരന്തം ഉണ്ടായിരിക്കുമ്പോൾ ഫുഡ് അടിക്കാനായിട്ട് പോവുക, നല്ല വെട്ടി വിഴുങ്ങാനായിട്ട് പോവുക. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളുടെ ഒരു ആവശ്യം, അല്ലെങ്കിൽ അതൊക്കെയാണ് അവർ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നുള്ളതിന്റെ ഒരു വാർത്തയും കാണിച്ചിട്ട് കണ്ടുപിടിക്കും. സത്യത്തിൽ ഈ കാണുന്ന ദൃശ്യങ്ങൾ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാനങ്ങനെ നേരിട്ട് തന്നെ വിളിച്ച് പൊന്നാനിയിലൊക്കെ വിളിച്ച് ക്രോസ് ചെക്ക് ചെയ്തു. കാരണം
ഇങ്ങനെ ഔചിത്യമില്ലാതെ നമ്മുടെ മുഖ്യമന്ത്രി പെരുമാറുമോ എന്നതിനെ ഓർത്ത് എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. വിവിധ ജില്ലകൾ വെള്ളത്തിലാണ്ട് കിടക്കുകയാണ്. അവിടെയുള്ള മനുഷ്യർ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു. വിദേശത്തൊക്കെയുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ രക്ഷകർത്താക്കളൊക്കെ ഈ വെള്ളത്തിൽ പെട്ടുപോയ ഈ പ്രദേശത്ത് ജീവിക്കുന്നവർ, അവരും ആശങ്കാകുലരാണ്. അങ്ങനെ ലോകമാകെയുള്ള മലയാളികൾ ആശങ്കയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇങ്ങനെ സ്വകാര്യ വിരുന്നിൽ പങ്കെടുത്ത് വിരുന്നുണ്ണാൻ കണ്ടില്ലേ, ആളുകളെല്ലാവരും പൊരുതുമ്പോൾ, അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാനായിട്ട് കിടന്ന് കഷ്ടപ്പെടുമ്പോൾ, വെള്ളമെല്ലാം കയറി വീടുകളെല്ലാം നഷ്ടപ്പെട്ട് വീടുകളെല്ലാം നശിച്ചു പോകുന്ന സാഹചര്യത്തിൽ ആ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പൊന്നാനിയിലും മറ്റുള്ള പലയിടങ്ങളിലും പോയിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന വിഷയങ്ങളിലൊന്നും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളെപ്പറ്റി അറിയുകയുമില്ല. അദ്ദേഹത്തിന് അത് അറിയേണ്ട ആവശ്യകതയുമില്ല. അദ്ദേഹത്തിന് ഫുഡാണ് പ്രധാനം. ഫുഡ് മുഖ്യം ബിഗിലെ എന്നൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഫുഡ് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് അദ്ദേഹം അവിടെ പോയി നല്ല രീതിയിൽ ഫുഡിങ്ങിന് അടിച്ച് വെട്ടി വിഴുങ്ങിയൊക്കെ ഇരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളിൽ ഓരോ ആളുകളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ പോയി ഇത് ചെയ്യണം. ഇത് റവന്യൂ മിനിസ്റ്ററിൻ്റെയാണ് ഈ ഒരു കടമ. ദുരന്ത മേഖലകൾ സന്ദർശിക്കുന്നതും ദുരന്ത മുഖത്തെ ആളുകളെ സഹായിക്കുന്നതുമൊക്കെ റവന്യൂ മന്ത്രിയുടെയൊക്കെ കടമയാണ്. ഇതൊന്നും എൻ്റെ കടമയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള രീതിയിലാണ് മെഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലും നാട്ടുകാർ തന്നെ പറയുകയാണ്, പിണറായി വിജയൻ തന്നെ മതിയായിരുന്നു, അല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെയായിരുന്നു ശരി. കാരണം അദ്ദേഹം ഇവിടെ അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല. ഈ രീതിയിലായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ഇങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തതെന്നൊക്കെയാണ് പലരും പറയുന്നത്. പടക്കം പൊട്ടിച്ചും വലിയ രീതിയിൽ ആഘോഷം ആക്കിയുമൊക്കെ ആഘോഷിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ, ആർത്തുല്ലസിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കാണാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി, ഏറ്റവും നല്ല മുഖ്യമന്ത്രി ആരായിരിക്കും, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ പറ്റി ഒരു സിനിമ എഴുതുകയാണെങ്കിൽ ആ സിനിമയ്ക്ക് എന്ത് പേര് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രായം ചെന്ന ഒരാളുടെ ഒരു കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി കൂടിയുണ്ട്. ഞാൻ കാണിച്ചു തരാം. പിണറായി വിജയനില്ലേ എന്ന വ്യക്തിയെ കുറിച്ചിട്ട് ഒരു സിനിമ തയ്യാറാക്കുകയാണെങ്കിൽ ആ സിനിമക്ക് എന്ത് പേരിടും? വിജയം നേടും. പിണറായി വിജയൻ വിജയം എന്ന് മാത്രം ഇട്ടാൽ മതി. അയാളുടെ മൊത്തം ബന്ധം വിജയമാണ്. അതായത് നിഷേധിച്ചാലും ഞാൻ സമ്മതിക്കില്ല. അത് ചൂണ്ടിക്കാണിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ പിണറായി വിജയനെ ഒരു പറ്റിയൊരു സിനിമ ഉണ്ടാക്കിയാണ്, സിനിമയുടെ പേര് വിജയം. പിണറായി വിജയൻ കണ്ടില്ലേ, ഇതൊരു പ്രായം ചെന്ന ഒരാൾ പറയുന്നൊരു കാര്യം നിങ്ങൾ കാണുന്നത്. നമ്മൾ യൂത്തന്മാരുടെ പേര്, യൂത്തന്മാരാണ് നമ്മുടെ കേരളത്തിൻ്റെ അസറ്റ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ നല്ലൊരു സംഭാവന നൽകുന്ന ആളുകൾ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഇതേ യൂത്തന്മാർ ഈ സോഷ്യൽ മീഡിയയിൽ കുറച്ച് വെള്ള പൂശുന്ന ന്യായീകരണ തൊഴിലാളികൾ പറയുന്നത് മാത്രം വിശ്വസിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇതുപോലെയുള്ള ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറയുന്നത് പോലെ ഇതുപോലെയുള്ള പഴയ ആളുകൾ പറയുന്നതോട് കേൾക്കണം. ശരിക്കും നമ്മുടെ ശരിക്കുള്ളൊരു കമ്മ്യൂണിസം ജീവിച്ചിരിക്കുന്നത് പണ്ടത്തെ ആളുകളിലാണ്. അവർക്കറിയാമായിരുന്നു എന്താണ് ഇടതുപക്ഷമെന്നും എന്താണ് കമ്മ്യൂണിസം എന്നും എന്താണ് പിണറായി വിജയൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ചെയ്തിട്ടുള്ളതെന്നും. വേറൊരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ, വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ, ഇവരൊക്കെയാണ് ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ചെയ്തു കൊടുത്തിട്ടുള്ള നല്ല കാര്യങ്ങളിലൊക്കെ പങ്കാളികളായിട്ടുള്ളവർ. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെൻഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുള്ള ആളുകൾ ഇവരാണ്. അതേപോലെ തന്നെ മറ്റ് പല ആനുകൂല്യങ്ങളും കിട്ടിയിട്ടുള്ള ആളുകളും ഇവരാണ്. അങ്ങനെ എത്രയെത്ര ബുദ്ധിമുട്ടുകൾ മുൻപുണ്ടായി ആ ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ നടത്തി വെച്ചിട്ടുള്ള ഓരോ പദ്ധതികളിൽ കൂടിയും അതിൻ്റെയൊക്കെയും ഒരു ഗുണം നേടിയെടുക്കാൻ സാധിച്ചത് ഇവരെ പോലെയുള്ള കുറച്ച് പാവപ്പെട്ട ആളുകൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇവരെ പോലെയുള്ള ആളുകളുടെ അടുത്ത്, ഇതുപോലെയുള്ള പ്രായം ചെന്ന ആളുകളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം എന്താണ് ഇടതുപക്ഷമെന്നും എന്താണ് ഇടതുപക്ഷം അവർക്ക് വേണ്ടിയൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളതെന്നും എന്താണ് കേരളത്തിന് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുള്ളതെന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഒക്കെ. അപ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ കൂടി സഞ്ചരിക്കാനും ഫുഡ് അടിക്കാനും ഒക്കെയുള്ള തിരക്കുകൾക്കിടയിൽ ഇവിടുത്തെ ഈ നാട്ടിലെ ജനങ്ങളെപ്പറ്റി ഓർക്കാനേ അദ്ദേഹത്തിന് സമയം കാണില്ല, ഓർക്കത്തുമില്ല. വെറുതെ എന്തിനാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വലുതെന്തൊക്കെയോ ഉരുട്ടി തരുമെന്നൊക്കെ. ഉരുട്ടി തന്നില്ലേ എല്ലാവർക്കും നല്ല രീതിയിൽ? പട്ടിണി പാവങ്ങളെ എല്ലാം ദ്രോഹിക്കുന്ന, ബസ് തൊഴിലാളികളെയൊക്കെ പട്ടിണിയൊക്കെ ഇടുന്ന, അല്ലെങ്കിൽ പട്ടിണി കിടക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണം കാഴ്ചവെച്ചില്ലേ? ഇതിനപ്പുറത്തേക്ക് ഇനി എന്താ വേണ്ടത്? കുട്ടികളുടെ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിൽ പോലും മണ്ണുവാരിയിട്ടില്ലേ? പൊതിച്ചോറിൽ DYFI നൽകുന്ന പൊതിച്ചോറിൽ പോലും മണ്ണുവാരിയിട്ടില്ലേ? പിന്നീട് DYFIയുടെ ചുണക്കുട്ടന്മാർ വീട്ടിൽ കയറി പണി കൊടുക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ആയിരിക്കും കെ മുരളീധരൻ പെട്ടെന്നൊരു ഒരു വാക്കൊക്കെ മാറ്റി ഫുഡ് കൊടുക്കും, കുഴപ്പമില്ല, കമ്മ്യൂണിറ്റി കിച്ചൺ ഞങ്ങൾ ഉടനെ രൂപീകരിക്കുന്നുണ്ട്, അതുവരെ നിങ്ങൾക്ക് ഫുഡ് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്മ്യൂണിറ്റി കിച്ചണിലേക്ക് കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നത്. എന്തൊക്കെ കണ്ടാൽ പറ്റുമല്ലേ? ദുരന്തമുഖത്ത് നിൽക്കുന്ന ദുരന്തബാധിതരെ തിരിഞ്ഞുപോലും നോക്കാതെ സ്വന്തം കാര്യങ്ങൾ നടപ്പിലാക്കാനും സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അധികാര ദുർവിനിയോഗം നടത്തുന്ന ഈ മുഖ്യമന്ത്രിയെ പോലെയുള്ള ആളുകളെ കാണുമ്പോൾ ഒരു ലോഡ് പുച്ഛം മാത്രമേ ഉള്ളൂ. എന്തൊരവസ്ഥയൊക്കെയാണ് എൻ്റെ പൊന്നോ.